Good morning, children. Today we are going to learn a small poem. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് രസകരമായ ഒരു കുഞ്ഞു പോയമാണ്. The name of the poem is I wrote myself a letter. ഞാൻ എനിക്ക് തന്നെ ഒരു കത്തെഴുതി. സോ അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? We can't believe it, isn't it? നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല. സോ ഈ ലെസൺ മുഴുവനും ലെറ്റേഴ്സ് ആണ് അല്ലെ? ഡു യു റിമെമ്പർ ദ ലെറ്റർ ഓഫ് ലഞ്ചോ? ഈ ലെസന്റെ ആദ്യം ലഞ്ചോ ദൈവത്തിന് എഴുതിയ ഒരു കത്ത് നമ്മൾ പഠിച്ചു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ജവഹർലാൽ നെഹ്റു wrote a letter to his daughter Indira. But in that letter we gave a lot of inspirational sentences and words. ജവഹർലാൽ നെഹ്റു ഇന്ദിരയ്ക്ക് എഴുതിയ കത്തിനകത്ത് നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരുപാട് സെന്റൻസുകളും മെസ്സേജുകളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ here is a small letter. I wrote myself a letter. So do you know who is the author of this poem? നമുക്കത് ഈ പോയത്തിന്റെ ഓഥറിനെ ഒന്ന് പരിചയപ്പെടാം. The author of this poem is Ken Nesbitt. കെൻ നെസ്ബിറ്റ് ആണ് ഈ പോയം എഴുതിയിരിക്കുന്നത്. He was born on 1962 February 20 in California, USA. യുഎസ്എയിലെ കാലിഫോർണിയയിൽ 1962 ഫെബ്രുവരി 20 അദ്ദേഹം ജനിച്ചത്. So who is the author of this poem? Ken Nesbitt. Here is a poem that tells you about a man who wrote a letter to himself. ഈ പോയം നമ്മളോട് പറയുന്നത് ഒരു മനുഷ്യൻ സ്വയം അയാൾക്ക് വേണ്ടി തന്നെ കത്തെഴുതുന്നു. നമ്മളൊക്കെ കത്തെഴുതുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ? ബട്ട് ഇവിടെ ഒരു മനുഷ്യൻ സ്വയം കത്തെഴുതുകയാണ്, അയാൾക്ക് വേണ്ടി കത്തെഴുതുന്നു. Why did this man wrote the letter to himself? എന്തിനു വേണ്ടിയിട്ടാണ് ഈ മനുഷ്യൻ ഇവിടെ സ്വയം കത്തെഴുതുന്നത്? That is, he would like to receive a letter from anybody, but unfortunately he is not getting any. അദ്ദേഹത്തിന് ഭയങ്കര ആഗ്രഹമായിരുന്നു മറ്റൊരാൾ തനിക്ക് വേണ്ടി കത്തെഴുതണം, അല്ലെ മറ്റൊരാളുടെ കത്തുകൾ തനിക്ക് കിട്ടണം എന്ന അതിയായ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹി ഈസ് നോട്ട് ഗെറ്റിംഗ് എനി. പക്ഷെ അദ്ദേഹത്തിന് ഒരു കത്തും കിട്ടിയില്ല. സോ ഹി ഡിസൈഡ് ടു റൈറ്റ് എ ലെറ്റർ ടു ഹിംസെൽഫ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ സ്വന്തമായിട്ട് ഒരു കത്തെഴുതാൻ തീരുമാനിച്ചത്. സോ വി ക്യാൻ ഗോ ടു ദ പോയം. അത് ഞാൻ ഈ പോയം ഒന്ന് വായിക്കാം, അതിനുശേഷം ഇതിന്റെ ഓരോ ലൈനിന്റെ മീനിങ് ഞാൻ പറഞ്ഞു തരാം. ഐ റോട്ട് മൈസെൽഫ് എ ലെറ്റർ. I mailed it right away, and sure enough, the carrier delivered it today. I couldn't wait to get it. I nearly had to shout. I quickly tore the envelope and pulled the letter out. I anxiously unfolded it, but now I must concede I am clueless as to what it says. I haven't learned to read. So ഇനി നമുക്ക് ഓരോ ലൈനിന്റെയും മീനിങ് ചെക്ക് ചെയ്യാം. I wrote myself a letter. ഞാൻ എനിക്ക് തന്നെ ഒരു കത്തെഴുതി. ഞാൻ സ്വയം എനിക്ക് വേണ്ടി ഒരു കത്തെഴുതി. മറ്റാരും എനിക്ക് വേണ്ടി കത്തെഴുതാനില്ല. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ സ്വയം കത്തെഴുതുകയാണ്. I wrote myself a letter. ഞാൻ എനിക്ക് വേണ്ടി ഒരു കത്തെഴുതി. I mailed it right away. Mail means കത്ത് പോസ്റ്റ് ചെയ്യുക, തപാലിടുക. I mailed it right away. ഞാനത് കറക്റ്റായിട്ട് ശരിയായിട്ടത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. And sure enough, the carrier delivered it today. And sure enough, എനിക്ക് ഉറപ്പാണ്, the carrier delivered it today. കാരിയർ എന്നുള്ളതിന്റെ മീനിങ് ശരിക്കും വാഹകൻ എന്നാണ്. ബട്ട് ഇവിടെ വാഹകൻ ആരാണ്? Who is the carrier? Postman. And sure enough, എനിക്ക് ഉറപ്പാണ്, the carrier delivered it today. ഇന്ന് തന്നെ പോസ്റ്റ്മാൻ അത് എത്തിക്കും. ഡെലിവേർഡ് മീൻസ് എത്തിക്കുക എന്നാണ്. അപ്പൊ ഇന്ന് തന്നെ പോസ്റ്റ്മാൻ എത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. I couldn't wait to get it. എനിക്ക് അതിനുവേണ്ടി കാത്തിരിക്കാനുള്ള ക്ഷമയില്ല, അല്ലെ? പോസ്റ്റ്മാൻ കൊണ്ട് തരുന്നിടം വരെയൊന്നും എനിക്ക് ആ കത്ത് വായിക്കണം, എനിക്ക് കാത്തിരിക്കാൻ വേണ്ടി ക്ഷമയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? I nearly had to shout. അതുകൊണ്ട് ഞാൻ ഉറക്കെ അലറി വിളിച്ചു. ഷൗട്ട് മീൻസ് അലറി വിളിക്കുക എന്നുള്ളതാണ്, ആർപ്പ് വിളിക്കുക എന്നുള്ളതാണ്. I quickly tore the envelope. എന്നിട്ട് ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തു? എനിക്ക് ക്ഷമയില്ല, ഒട്ടും തന്നെ ക്ഷമയില്ല, കത്ത് വായിക്കണം. അതിന് വേണ്ടിയിട്ട് I quickly tore the envelope. ഞാൻ പെട്ടെന്ന് തന്നെ ആ കവർ, കത്തിട്ടിരുന്ന ആ കവർ, envelope മീൻസ് കവർ എന്നാണ്, കത്തിടുന്ന ആ കവറാണ്. അപ്പൊ ആ കവർ ഞാനത് കീറി. ടോർ മീൻസ് കീറി എന്നാണ്. ഞാൻ പെട്ടെന്ന് ആ കവർ കീറി. And pulled the letter out. എന്നിട്ട് എന്ത് ചെയ്തു? കവറിൽ നിന്നും ലെറ്റർ വലിച്ചെടുത്തു. പുൾഡ് മീൻസ് വലിച്ചെടുക്കുക എന്നാണ്. I anxiously unfolded it. ഞാൻ വളരെ ആകാംക്ഷയോടെ അത് നിവർത്തി നോക്കി. ആങ്ഷ്യസ്ലി മീൻസ് ആകാംക്ഷയോടെ. അൺഫോൾഡഡ് മീൻസ് മടക്കി, നിവർത്തി നോക്കുക അല്ലെങ്കിൽ തുറന്നു നോക്കുക എന്നൊക്കെ ഉള്ളതാണ്. I anxiously unfolded it. ഞാൻ വളരെ ആകാംക്ഷയോടെ ആ കത്ത് തുറന്നു നോക്കി. But now I must concede. പക്ഷെ എനിക്ക് ഒരു കാര്യം തീർച്ചയായിട്ടും ഞാനിപ്പോൾ സമ്മതിക്കുകയാണ്. കൺസീഡ് മീൻസ് സമ്മതിക്കുക എന്നാണ്. കൺസീഡ് സമ്മതിക്കുക. എന്താണ്? I am clueless as to what it says. എനിക്ക് ആ കത്തിനുള്ളിൽ എന്താണെന്ന് ഒരു സൂചന പോലും ഇല്ല. അതിൽ എന്താണെന്നുള്ള ഒരു സൂചന പോലും ഇല്ല. എന്താ കാരണം?
ഐ ഹാവിൻറ്റ് ലേൺ ടു റീഡ്. കാരണം എന്താണ്? എനിക്ക് വായിക്കാൻ അറിയില്ല. ഐ ഹാവിൻറ്റ് ലേൺ ടു റീഡ്. വായിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഈ കത്ത് വായിക്കാൻ കഴിയില്ല. സോ ഇതൊരു രസകരമായ പോയമാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്കൊരു സംശയം തോന്നിക്കാണും, എങ്ങനെ വായിക്കാൻ അറിയാത്ത ഒരാൾ, വായിക്കാൻ പഠിച്ചിട്ടില്ലാത്ത ഒരാൾ കത്ത് എഴുതിയെന്ന്, അല്ലെ? കത്ത് എഴുതാൻ അറിയെങ്കിൽ തീർച്ചയായിട്ടും വായിക്കാനും അറിയണമല്ലോ. ഇതിനകത്ത് ഒരുപാട് വലിയ മീനിങ്സോ കാര്യങ്ങളോ അർത്ഥങ്ങളോ ഒരുപാട് ആശയങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഒരു രസകരമായ, നമ്മളെ ഒന്ന് രസിപ്പിക്കാനുള്ള ഒരു ചെറിയ പോയം മാത്രമാണ്. ആ രസകരമായ രീതിയിലുള്ള മീനിങ്ങിൽ മാത്രം നിങ്ങൾ അതിനെ കണ്ടാൽ മതി. സോ നിങ്ങൾ ഈ പോയം കുറഞ്ഞത് ഒരു 20 ടൈംസ് വായിക്കണം. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒന്ന് ചെക്ക് ചെയ്യാം. First question, who is the speaker in the poem? So, who is the speaker in the poem? Yes, the poet is the speaker in the poem. Second question, usually one does not write a letter to oneself. ഒരിക്കലും ഒരാളും ചെയ്യാത്തൊരു കാര്യമാണ്, അല്ലെ? തനിക്ക് വേണ്ടി സ്വയം കത്തെഴുതുക എന്നുള്ളത് ഒരിക്കലും യൂഷ്വലി ആരും ചെയ്യാത്ത കാര്യമാണത്, അല്ലെ? സ്വയം കത്തെഴുതുക എന്നുള്ളത്. വാട്ട് മേഡ് ദ പോയറ്റ് റൈറ്റ് എ ലെറ്റർ ടു ഹിംസെൽഫ്? എന്താണ് സ്വന്തമായി കത്തെഴുതാൻ ഇവിടെ പോയറ്റിനെ പ്രേരിപ്പിച്ചത്, അല്ലെ? എന്തുകൊണ്ടാണ് അദ്ദേഹം സ്വയം കത്തെഴുതിയത്? എന്ത് കാര്യമാണ് സ്വയം കത്തെഴുതാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്? ഞാൻ ഇതിന്റെ ആൻസർ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ഈ പോയം തുടങ്ങുന്ന സമയത്ത്. സോ ഐ വിൽ ഗിവ് ദ ആൻസർ. ദ പോയറ്റ് വുഡ് ലൈക്ക് ടു റിസീവ് എ ലെറ്റർ ഫ്രം സംബഡി. സോ മറ്റൊരാളിൽ നിന്നും കത്ത് ലഭിക്കാൻ, അല്ലെങ്കിൽ മറ്റൊരാളുടെ കത്ത് കിട്ടാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹി ഈസ് നോട്ട് ഗെറ്റിംഗ് എനി. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ആരും തന്നെ കത്തെഴുതിയില്ല, അദ്ദേഹത്തിന് ആരുടെയും കത്ത് കിട്ടിയുമില്ല. സോ ഹി റൈറ്റ് എ ലെറ്റർ ടു ഹിംസെൽഫ്. അതുകൊണ്ട് തന്നെയാണ് പോയറ്റ് ഇവിടെ സ്വന്തമായിട്ട് കത്തെഴുതാൻ തീരുമാനിച്ചത്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദ ആൻസർ? ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ലൈൻ ഇൻ ദ പോയം ഷോസ് ദാറ്റ് ദ പോയറ്റ് ഈസ് ഇംപേഷ്യന്റ് ടു റീഡ് ദ ലെറ്റർ? ഈ കത്ത് വായിക്കണം, പെട്ടെന്ന് തന്നെ എനിക്ക് വായിക്കണം, എനിക്ക് ഒട്ടും തന്നെ ക്ഷമയില്ല കാത്തിരിക്കാൻ എന്ന് കാണിക്കുന്നത് ഏത് ലൈനിലാണ് അത് കാണിക്കുന്നത്? ഇംപേഷ്യൻ മീൻസ് ക്ഷമയില്ലാത്ത, അല്ലെ? അപ്പൊ ഏത് ലൈനിലാണ് പോയറ്റിന് കത്ത് വായിക്കാൻ വേണ്ടി ഒട്ടും തന്നെ വെയിറ്റ് ചെയ്യാൻ ക്ഷമയില്ല, കാത്തിരിക്കാൻ ക്ഷമയില്ല എന്ന് കാണിക്കുന്നത് ഏത് ലൈനാണ്? സോ ദിസ് ഈസ് ദ ലൈൻ. ഐ ക്വിക്ലി ടോർ ദ എൻവലപ്പ് ആൻഡ് പുൾഡ് ദ ലെറ്റർ ഔട്ട്. ദിസ് ഈസ് ദ ലൈൻ. ഇതാണ് അതിന്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഞാൻ പെട്ടെന്ന് തന്നെ ആ കത്ത്, അതിന്റെ കവർ വലിച്ചു കീറി അത് വലിച്ചു പുറത്തെടുത്തു, അല്ലെ? കത്ത് വലിച്ചു പുറത്തെടുത്തു. സോ ഈ ഒരു ലൈൻസിലാണ് പോയറ്റിന് ഒട്ടും തന്നെ ക്ഷമയില്ല, കത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഒട്ടും ക്ഷമയില്ല എന്ന് കാണിക്കുന്ന ഈ ലൈനാണ്. ഐ ക്വിക്ലി ടോർ ദ എൻവലപ്പ് ആൻഡ് പുൾഡ് ദ ലെറ്റർ ഔട്ട്. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, why could not the poet read his own ലെറ്റർ? സ്വന്തം കത്ത് പോലും പോയറ്റിന് വായിക്കാൻ കഴിയാതെ പോയത്, അല്ലെങ്കിൽ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? വൈ കുഡ് നോട്ട് ദ പോയറ്റ് റീഡ് ഹിസ് ഓൺ ലെറ്റർ? ആൻസർ ഈസ് ബിക്കോസ് ഹി ഹാഡിൻ ലേൺ ഹൗ ടു റീഡ്. കാരണം അദ്ദേഹം വായിക്കാൻ പഠിച്ചിട്ടില്ല. അത് ലാസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട്, ഐ ഹാവിൻ ലേൺ ടു റീഡ്. അത് തന്നെയാണ് ആൻസർ. ബിക്കോസ് ഹി ഹാഡിൻ ലേൺ ഹൗ ടു റീഡ്. എങ്ങനെ വായിക്കണം എന്ന് അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ദാറ്റ് ഈസ് ദ ആൻസർ. അതുകൊണ്ട് തന്നെയാണ് ഈ പോയത്തിൽ കത്തിലെ ഉള്ളടക്കം എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, അല്ലെ? ഹിയർ ഹാവ് നോ എനി കണ്ടന്റ് ഓഫ് ദ ലെറ്റർ ഇൻക്ലൂഡിംഗ് ദിസ് പോയം, അല്ലെ? ഈ പോയത്തിനകത്ത് കത്തിലെ ഉള്ളടക്കം ഒന്നും പറയുന്നില്ല. ഞാൻ കത്തെഴുതി, എനിക്ക് വേണ്ടി കത്തെഴുതി, എനിക്ക് അതിനുവേണ്ടി കാത്തിരിക്കാൻ സമയമല്ലായിരുന്നു, ഞാനത് പെട്ടെന്ന് തന്നെ അത് കീറി കത്ത് പുറത്തെടുത്തു, അത് നിവർത്തി നോക്കി, അല്ലെ? അതിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല, ഞാൻ വായിക്കാൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് വായിക്കാൻ കഴിഞ്ഞില്ല. സോ ഇത് ഒരു രസകരമായ പോയമാണിത്. അതിനകത്ത് പ്രത്യേകിച്ച് വലിയ മീനിങ്ങുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സോ യു നീഡ് ടു റീഡ് ദിസ് പോയം 20 times and write these questions and answers in your notebook. So we can conclude today's class, and the next class we can learn more activities from this chapter. So അതിനു മുമ്പ് നിങ്ങൾ ഈ പോയവും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ കമന്റ്സ് ടു മീ. എന്തെങ്കിലും ഈ പോയത്തിനെ കുറിച്ചോ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിന്റെ വീഡിയോ ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുക്കാം, അവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ദാറ്റ്സ് ഓൾ ഗൈസ്, വി ക്യാൻ മേക്ക് ദ നെക്സ്റ്റ് ക്ലാസ്. ടേക്ക് കെയർ. താങ്ക് യു. ബൈ.